ബെസ്റ്റ് ആക്ടർ അവാർഡ് ഗോസ് ടു മിസ്റ്റർ ഭാവ പുല്ലാനൂർ. വാങ്ങിച്ചോളൂ. ഉമ്മി വാങ്ങിച്ചു കുറച്ച് താറ്റിക്കോളൂ. നല്ല ഭാവന. കൈയടിക്കും മക്കളെ, കൈയടിക്കാൻ പോലും മടിയാണ്. എന്താ ചെയ്യുക? താങ്ക് യു. ഈ അവാർഡ് സത്യത്തിൽ ഭാവക്കുള്ള ഭാവന്റെ അമ്മക്കുള്ള. കാരണം ഞമ്മക്കൊക്കെ കുട്ടികളുണ്ട്. 4 ദിവസം നമ്മളെ കുട്ടികൾ പഠിച്ചാൽ തന്നെ നമുക്ക് കൊണ്ടെടുക്കാൻ ഭയങ്കര പാടാണ്. ഭാവന ഇത്രയും കാലം ഒരു പോർല കഴിക്കാതെ അമ്മ കൊണ്ടുപോടുത്തതിന് കൊണ്ട് നടന്നതിന് ഈ അവാർഡ് അമ്മക്കുള്ള. ഏറ്റവും ഗിഫ്റ്റ് നീയാണ്. യു ആർ ദ ഗിഫ്റ്റ്. യുവർ വേർഡ്സ് ആർ ദ ഗിഫ്റ്റ്. ഓക്കെ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹപ്പെടുന്ന ക്യാഷ് വേണ്ട. അപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ സുഹൃത്തുക്കൾ കുറെ ഉണ്ടല്ലോ, നമ്മുടെ നാസി, സുഭാഷ്, ഇന്ന് വരെ അവരോട് ഞാൻ സ്നേഹവീട്ടിലേക്ക് വരാൻ പറ്റില്ല ഉണ്ണി. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ആളുകൾ സ്നേഹവീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകില്ല. സ്നേഹവീട്ടിൽ അറിഞ്ഞ് എന്റെ കൂടെ വരാൻ താല്പര്യമുള്ള മാത്രമേ കൊണ്ടുപോകുള്ളൂ. സ്നേഹവീട്ടിൽ ചാരിറ്റി ചെയ്യാൻ പണം വേണ്ട, നല്ലൊരു മനസ്സ് മാത്രം മതി. പിന്നെ ഭാവക്ക് കിട്ടിയൊരു അനുഗ്രഹം ഞാൻ പറഞ്ഞുതരാം. അത് ബാബ പറയാൻ മറന്നതായിരിക്കും. ബാബന്റെ വീട്ടിൽ പോയപ്പോ ബാബയ്ക്ക് എന്താണ് കൂടുതൽ ആഗ്രഹം ചോദിച്ചപ്പോ ബാബ എന്നോട് പറഞ്ഞു, സാധിക്കാൻ 2 ആഗ്രഹങ്ങളാണ്. ഒന്ന്, ഒരു പെട്ടിക്കട തുടങ്ങിയിട്ട് എന്റെ വീടിന്റെ അടുത്ത് എനിക്ക് വേണം. അത് പ്രശ്നമില്ല, അത് ഞങ്ങൾ സ്നേഹം ചെയ്യുന്നത് സിമ്പിൾ ആണ്. പിന്നെന്താ വേണ്ടി, എനിക്ക് എന്റെ ഉമ്മാനെ ഉപ്പാനെ കൂട്ടി മക്കത്തും മദീനത്തുനിന്ന് പോകണം പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാനൊരു വീഡിയോ ചെയ്യാൻ, ചിലപ്പോൾ ആരെങ്കിലും നിന്നെ വന്ന് സഹായിച്ചു വരാൻ പറഞ്ഞു. വീഡിയോ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഫാമിലിയിൽപ്പെട്ട ആളിനെ സഹായമായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു മാറ്റം ഞാൻ കടക്കളോടത്ത് വന്നിട്ട് എനിക്കില്ലേ തന്നിട്ട് വന്നു ചുട്ടോറ് വന്നു. അനക്കാവുമ്പോ ചുട്ടും ആരും കച്ചുകാരം പിടിക്കാനാണ് വന്നു. അത് പല ചങ്ങായിയാണ് കേട്ടോ കൊണ്ടുവന്ന് തന്നത്. ഇന്നൊരാളെ പേര് 10 പറയരുത് എന്ന് പറഞ്ഞു. എനിക്ക് യൂട്യൂബിലും തിരൊന്നും വരാൻ വേണ്ടിയിട്ടല്ല, അടുത്ത അന്റെ കാർത്തന് മതിയെന്ന് പറഞ്ഞു. സജീവന്റെ ചാറ്റത്ത് കണ്ടിട്ട് ചോദിച്ചതാണ്, ഇതാരാണ് 2 ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇതാരാണ് വാക്കിയാണോന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കും, വീട്ടിലേക്ക് പോന്ന മിനിമം ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പോന്നെങ്കിൽ എന്റെ ഒരു ഫോട്ടോ, എന്റെ സ്ഥലം പറഞ്ഞു, ഒരു വോയിസ് കൂടെ ഒരു ഫോട്ടോ കൂടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. കാരണം നിങ്ങൾക്ക് അറിയാലോ, ആലോചിക്കാനൊന്നുമില്ല. ഒരാഴ്ച നിന്നോ വീട്ടിൽ തച്ചൂലെങ്കിൽ പോയിക്കോ, കുഴപ്പമില്ല, കച്ചറുണ്ടാവില്ല, വീട്ടിലുണ്ടാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാല് ഫോട്ടോ വോയിസും മുട്ടു. അതിന്റെ ശേഷം സാധിക്കാന്നിട്ട് ഈ വീഡിയോ ഒന്ന് കാണും. എന്നിട്ട് നമുക്ക് വൈകുന്നേരമാകുമ്പോക്കിന് വീട്ടിൽ കാർഡ് ചെയ്യാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് സമ്മതാണ്, പക്ഷെ എനിക്ക് എപ്പോഴും ക്യാഷ് തരാൻ കഴിയൂലെന്ന് പറഞ്ഞു. ഇപ്പൊ സാധിക്കുമെന്നോ ക്യാഷിന് മാണ്ടിയിട്ടുമല്ല അന്നെ ഞാൻ കൂട്ടിക്കൊണ്ടോടെ ഭാഗം മുഴുവൻ അന്നറിയപ്പെടണം. ആ ഒരു ഡിമാൻഡ് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇച്ചു പൈസ കൊണ്ട് കഴിയൂലാണ്. അത് അപ്പളും പറഞ്ഞോട് എനിക്ക് പൈസ വേണ്ട, നിനക്ക് ഇന്ന് അന്ന മതി എനിക്ക് പറഞ്ഞ വ്യക്തിയാണ്. എന്നെ കൊണ്ട് എത്തിനും കഴിയൂലട്ടോന്ന് പറഞ്ഞു. ആ കയ്യണ്ണ പിന്നെ ഒരു ദിവസം സാധിക്കും വന്നു, സുധീക്കും വന്നു, നമ്മളാനിലേക്കും വന്നു. 2ാമത്തെ ദിവസം അങ്ങനെ വന്നു, സാധിക്കും വന്നു. ഞങ്ങള് പോയി മഞ്ചേരി മാളിൽ പോയിട്ട് അമ്മനെ കണ്ടു. അമ്മ കൊറേ കരഞ്ഞു. എല്ലാരും കണ്ടിട്ടുണ്ടോ ആ വീഡിയോ അല്ലേ? അപ്പൊ നിങ്ങളെങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. സാധിക്കെന്നെ ചോദിച്ചു. അപ്പൊ എനിക്കുണ്ട് ഇങ്ങനൊരു മോനെന്ന് പറഞ്ഞു. നടന്ന സംഭവമാണ്. ആരും പറഞ്ഞത് വിശ്വസിക്കൂല. ഇപ്പൊ വിശ്വസിക്കും. കാരണം നിങ്ങള് ആ വീഡിയോ കണ്ടോണ്ട് നിങ്ങൾ വിശ്വസിക്കും. ഞങ്ങള് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കൂല. അത് യൂട്യൂബിൽ വരാൻ വേണ്ടിട്ട് വെറുതെ പറയാണെന്ന് നിങ്ങൾ പറയും.
തീർച്ചയാണ് എനിക്ക് കുറേ മനോഹർ കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ സാധിക്കുമെന്ന് മനോഹർ വരും, അന്ന് ഞാൻ കൊണ്ടുപോകും. മനോട് റെഡിയാകും പറയും പക്ക് കഴിയോളൂ ചോദിച്ചു. പക്ക് കഴിയൂല, ജോലിക്ക് പോകാനുണ്ട്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ബാവയെ ചേർത്ത് പിടിക്കാൻ ആരും മറക്കില്ലേ. ബാവയുടെ അത്ര കഴിവ് ഈ ലോകത്ത് ആർക്കും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ബാവയുടെ കഴിവ് ബാവക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പടച്ചോൻ എല്ലാവർക്കും എല്ലാം ഒരുമിച്ച് കൊടുക്കാറില്ല. കാലും കൈയും ആരോഗ്യവും എല്ലാം ഉള്ളവർക്ക് ചിലപ്പോൾ അഭിനയിക്കാനുള്ള കഴിവുണ്ടാവില്ല. ബാവയെക്കുറിച്ച് ഇനി എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ബാവ. ബാവയെ കണ്ടതിന് ശേഷം എൻ്റെ ബെസ്റ്റ് ആക്ടർ അത് ബാവ തന്നെയാണ്.